കണ്ണൂരിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞ് ചികിത്സാ സഹായം എന്ന് ബോധ്യപ്പെടുത്തി വലിയ തട്ടിപ്പിന് ശ്രമം നടന്നു. ആ ശ്രമം പൊളിച്ചത് കണ്ണൂരിലെ സ്കൈ പാലസ് എന്ന ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റാണ്. നമ്മുടെ നാട്ടിൽ നിരവധി പേർ ഇങ്ങനെ ചികിത്സാ സഹായം തേടാറുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുമായും അവർ ബന്ധപ്പെടാറുണ്ട്. അവരുടെ ആവശ്യം പരിഗണിച്ച് പലരും ശുപാർശകളും ചെയ്യാറുണ്ട്. അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വലിയ തട്ടിപ്പിനാണ് ഒരു വിരുദ്ധൻ ശ്രമിച്ചത്. പറശ്ശിനിക്കടവ് സ്വദേശിയായ ബോബി എം സെബാസ്റ്റ്യൻ എന്ന ആ തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പ് പൊളിച്ചത് കണ്ണൂരിലെ സ്കൈ പാലസ് ആണ്. സ്കൈ പാലസിൻ്റെ MD TP നാരായണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു തട്ടിപ്പാണ് പൊളിച്ചത്. തട്ടിപ്പ് എന്ന് പറയുന്നതിന് അപ്പുറം ഇങ്ങനെ പല ആളുകളും സഹായം തേടി നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരെ സമീപിക്കാറുണ്ട്. അപ്പോൾ അവരിൽ പോലും ഒരു സംശയവും ഇങ്ങനെ പണം കൊടുത്താൽ ഇത് തട്ടിപ്പായി മാറുമോ എന്ന ഒരു സംശയം നാടിനാകെ വരുത്തുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ അത് ഒരു കോള് വന്ന് മുഹമ്മദ് റിയാസ് സാറ് മിനിസ്റ്റർ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. ഇവിടെ എനിക്ക് നമ്മളെ നാട്ടിലെ ഒരു മന്ത്രിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അവർക്ക് ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ അവർക്കൊരു നല്ല ഹ്യൂജ് എമൗണ്ട് വേണം. അതുകൊണ്ട് നിങ്ങളൊരു 2 ലക്ഷം ഉറുപ്പ്യൊന്നും സഹായിക്കണം. മന്ത്രിൻ്റെ പ്രത്യേക ഇതിൽ ഇല്ല ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ ബ്രദറും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു കോള് വന്നേ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇലക്ഷനിലായതുകൊണ്ട് 2 ലക്ഷം റുപ്യ ആദ്യം ചോദിച്ചത് ഒരാൾ. അങ്ങനെ ബ്രദറിന് 2 ലക്ഷം 4 ലക്ഷം റുപ്യ വേണമെന്നാണ് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇതിലായതുകൊണ്ട് ഇത്രയൊന്നും പൈസ പെട്ടെന്ന് നമുക്കാവില്ല, ഒരുപാട് ചിലവില്ല സമയമാണ്. പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യണം, അവർക്ക് വളരെ കഷ്ടപ്പാടാണ്. ഞാൻ പറഞ്ഞു അത്രയൊന്നും തരാൻ കഴിയില്ല, എന്തായാലും അത് കുറച്ചിട്ടെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ലാസ്റ്റ് 1 ലക്ഷമായി, 50,000, പിന്നെ അങ്ങനെ ലാസ്റ്റ് 25,000 രൂപ എന്തായാലും നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ മിനിസ്റ്റർ ഒരു പ്രത്യേക പരിഗണനയിലുള്ള ആൾക്കാരാണെന്നെല്ലാം പറഞ്ഞ് ഞാനത് വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതിങ്ങനെ ഒരു മിനിസ്റ്റർ വിളിക്കുന്നില്ല, അപ്പോൾ ഒരു സഹായം എന്ന ഇതിൽ ഞാനത് ഓക്കെ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ഒരു 15,000 രൂപ ഇപ്പോൾ 2 ദിവസം മുന്നേ വൈകുന്നേരം ഞാൻ ഒരാളെ അയക്കും, അവരെ അർജൻറ്റായിട്ട് കൊടുക്കണം, ക്യാഷായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ വൈകുന്നേരം അയാൾ ഇവിടെ വന്ന് ഇയാൾ എന്നെ 3-4 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ വിളിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു മിനിസ്റ്റർ PA ഇങ്ങനെ വിളിക്കൂലല്ലോ എന്നതിൽ ഞാൻ നമ്പർ വാങ്ങിയിട്ട് അവരെ ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും ആവില്ല, നാളെ ഉണ്ടാവും ഇവിടെ പൈസ ഇല്ല. ആ നമ്പർ വാങ്ങിയിട്ട് നമ്മളെ സെക്രട്ടറി നമ്മളെ സുഹൃത്തിന് അയച്ചു കൊടുത്തു, ഇങ്ങനെ ഈ നമ്പറിൽ PA ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാളെ ആ നമ്പറിലില്ല എന്നില്ല ഉറപ്പായി. അങ്ങനെ നമ്മൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ പോലീസ് ഇവിടെ വന്ന് അവർ ഇതെല്ലാം എടുത്തു. പിറ്റേന്ന് അവർ ട്രേസ് ചെയ്ത് പിടിച്ചു. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇന്ന ആൾ തന്നെയാണ്. അയാളിനെ വന്നത്. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ PA ആണ്, ഞാൻ ഒരാളെ അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അയച്ചത്. പക്ഷെ ശരിക്കും അയാൾ തന്നെ ഇവിടെ വന്നാൽ എൻ്റെ മരുമോൻ അയാളെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും ഭയങ്കര നമുക്കിപ്പോൾ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലും ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു വിശ്വാസം പോകുന്നു. ഒരാൾ സഹായം ചോദിച്ച് വരുമ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം സഹായിക്കുന്ന എന്തിനും സഹായിക്കും. പക്ഷേ ഇത് ഒരു ശരിക്കും തട്ടിപ്പിലൂടെ നമ്മൾ മിനിസ്റ്റർ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ധൈര്യമില്ലൊരു ചികിത്സയുടെ പേരിൽ അതാണ് നമുക്ക് ഭയങ്കരമായ ഒരു വിഷമം വന്നത്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് അവരെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് അയച്ചു തന്ന് അതും അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഇല്ലേ, അവർ വോയിസ് പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. എന്നാൽ ഞാൻ അന്ന് കൊടുത്തില്ല, വൈകുന്നേരം രാവിലെ വിളിച്ച് TP എന്നുള്ള വളരെ ഇത് ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ബ്രദറോട് പറഞ്ഞാൽ ബ്രദറേയും വിളിച്ചു വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടൻ വിളിച്ചില്ലേ, ഭയങ്കര ഇതില്ല, നിങ്ങൾ എന്തായാലും അത് എത്ര തരുന്നുണ്ട് നിങ്ങൾ തരണം എന്നെല്ലാം പറഞ്ഞ് ബ്രദറോടും ഇങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയം തോന്നാതെ വിധത്തിലെ ഒരു തട്ടിപ്പാണ് അത്. നിങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കാമെന്നൊക്കെയാണ് പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പല എന്താ ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഈ നമ്പറിൽ വിളിച്ചോ എന്നെല്ലാം പറഞ്ഞു. നമ്മൾ പിന്നെ അങ്ങനെ അധികം ഒരു മിനിസ്റ്റർ ഓഫീസിലെ PA അല്ലേ, അപ്പോൾ കൂടുതൽ നമ്മൾ അങ്ങനെ ഒരു വിശ്വസിച്ച് പോയി. പക്ഷെ ഇയാൾ നിരന്തരമായി ചികിത്സക്ക് സഹായം എന്നുള്ള രീതിയിൽ കുറച്ചാണെങ്കിലും കൊടുക്കാമെന്ന് നമ്മൾ എന്തായാലും
ഒരാളല്ല, ഒരു കിഡ്നി തരാറെന്നെല്ലാം ഒരു പാവപ്പെട്ട ആളുടെ റെസീറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നോട്ടീസ് റെസീറ്റെല്ലാം തരാമെന്ന് പറഞ്ഞു. റെസീറ്റ് ഉണ്ട്, അവർ കാര്യങ്ങളിലുണ്ട്, നമ്മളാൾ വന്നാൽ അതെല്ലാം നിങ്ങൾക്ക് തരാം. അതിലൊന്നും അങ്ങനത്തെ ഒരു സംശയം തോന്നാത്ത വിധത്തിലാന്ന് പറഞ്ഞു. തുടർച്ചയായി വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നമുക്കൊരു സംശയം. കാരണം ഒരു ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു പി എസ് ഇങ്ങനെ തുടർച്ചയായി നമ്മളെ വിളിക്കുക, ഇതിന് ഒരു 10 മിനിറ്റിന് ഇങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സംശയം. അത് നമ്പർ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പല ആളും ഇങ്ങനെ പെട്ടുപോകുന്നുണ്ടല്ലോ ഇതിൽ. ഈ ഒരു കാരണം ഇങ്ങനെ ഒരു മിനിസ്റ്റർ പേരും പറഞ്ഞിട്ട് തട്ടിപ്പാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനാധിപത്യം ഭയങ്കരമായ ഒരു മോശത്തരമാണല്ല അത്. അവരെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ മാനസികമായ കാരണം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ളൊരു വളരെ ഒരു മോശ പ്രവൃത്തിയാണല്ലോ അത്. ജനങ്ങളെ പോലീസ് പറയുന്ന പല സ്ഥലത്തുനിന്ന് ഇയാൾ പൈസ വാങ്ങിയിട്ടുണ്ട് ഒരു ക്രഷറുകാരടുത്തു നിന്നും വാങ്ങിയിട്ടുണ്ടെന്നില്ല എനിക്ക് ആ വിവരം കിട്ടിയത്. ഹോട്ടലുകളിൽ നിന്നും നിങ്ങളെ പോലുള്ള പ്രശസ്തമായ ഹോട്ടലുകളിൽ നിന്നൊക്കെ പണം വാങ്ങി. അതെ പല ആളോടും ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. കാരണം അയാളെ വിശ്വസിച്ചു പോകും. അങ്ങനത്തെ ഒരു വർത്താനാണ്. കാരണം ആ ഒരു വലിയൊരു അങ്ങനെ പറയുന്ന ആ ഒരു സ്ട്രോങ് സംസാരം അയാൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി. പക്ഷേ ഇയാളെ 3-4 പ്രാവശ്യവും വിളിച്ചു തരും. എനിക്കൊരു ചെറിയ ഡൗട്ട് അതിൻ്റെ ഞാൻ നമ്പർ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ട് നമുക്കത് തെളിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വളരെ അധികം ഇങ്ങനത്തെ ഒരു തട്ടിപ്പുകാരനെ എന്തായാലും പുറത്തു കൊണ്ടുവന്നതിൽ വളരെ തൃപ്തിയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, അതും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ. ഇവരൊക്കെ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഫണ്ട് കൊടുക്കാറുള്ളതാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ആളുകൂടിയാണ് സ്കൈ പാലസിൻ്റെ MD TP നാരായണനെ പോലുള്ള ആളുകൾ. അപ്പോൾ അത്തരം ആളുകളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ തട്ടിപ്പുകാരൻ നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ അന്വേഷണത്തിലും മനസ്സിലാവുന്നത്. ഇയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഇയാൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പേരിൽ പോലും ഇയാൾ വ്യാജ റെസീറ്റുകൾ അടിച്ച് ഈ പണം പിരിവ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ഈ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടത്തിയ ആ തട്ടിപ്പാണ് ഇപ്പോൾ പൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും ഒരു കണ്ണൂരിലെ സ്കൈ പാലസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വലിയ ഒരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രതി അറസ്റ്റിലായിരിക്കുകയാണ്. അയാളുടെ ബാങ്ക് ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ശ്രീഹരി എന്ന ഒരു ട്രാവൽ ഏജന്റിന്റെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആ തട്ടിപ്പിന് ഉപയോഗിച്ച ശ്രീഹരി എന്ന ആൾക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇതിന് ലക്ഷക്കണക്കിന് രൂപ വേണം, അതിന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ വിളി വന്നിട്ടുള്ളത്. ഒരു സംശയവുമില്ലാത്ത രീതിയിലായിരുന്നു അയാളുടെ ഇടപെടൽ എന്നാണ് TP നാരായണൻ വ്യക്തമാക്കുന്നത്. പലതവണ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇങ്ങനെ 15,000 രൂപയ്ക്ക് വേണ്ടിയൊക്കെ വിളിക്കുന്നതിൽ ഒരു സംശയം തോന്നി. ആ സംശയമാണ് ഇപ്പോൾ ആ പ്രതി അഴിക്കുള്ളിലാകാൻ കാരണമായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.